സോ ഗൈസ്, വിലായത് ബുദ്ധ ഒരു രക്ഷയില്ല മക്കളെ. ഞാനൊരു പൃഥ്വിരാജ് ഫാനാണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൃഥ്വിരാജിൻ്റെ ഒരു വിളയാട്ടം തന്നെയാണ്. പിന്നെ ഷമ്മി തിലകനും ഒരു രക്ഷയില്ലാത്ത അന്യായ പെർഫോമൻസ്, ഭീകര ബീജിയം. ഇതിപ്പോൾ ഈ ജയ്ക്ക് ബിജോയ് എവിടെ പണി വെച്ചാലും ഇത് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോവാണെന്ന് തോന്നുന്നു. അതായത് ഫ്രെയിമിനേക്കാ ചില ഡയലോഗുകളേക്കാ പടത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ ബീജിയം കയറി അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതൊരു വേറെ റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് ഈ ചെങ്ങാതി ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ പടത്തിനും പണി ഉണ്ടല്ലോ, ഒരുമാതിരി സീറ്റിൽ നിന്ന് കോരിത്തരിപ്പ് വരുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ജയ്ക്ക് ബിജോയ്. ഇപ്പോൾ സച്ചിയുടെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു അത്. പിന്നെ ഡയറക്ടർ ജയൻ നമ്പ്യാർ, GR ഇന്ദുഗോപൻ്റെ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബുക്കിന്ന് അതേപോലെ പേരൊക്കെ ഇട്ട് സംഗതി അങ്ങേര് ഡയറക്റ്റ് ചെയ്ത് വെച്ചത്. ഒരു പലരുടെ എക്സ്പെക്റ്റേഷൻ ലൈക്ക് പുഷ്പ മലയാളത്തിൻ്റെ പുഷ്പ ഇങ്ങനെയായിരിക്കും. ഇത് പക്ഷേ മലയാളത്തിൻ്റെ പുഷ്പയല്ല. ഇതെനിക്ക് തോന്നുന്നത് മലയാളത്തിൻ്റെ പുഷ്പ എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സം എലമെൻറ്റ്സ് ആർ ദെയർ ലൈക്ക് പുഷ്പ. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ അയ്യപ്പനും കോശിയും കൈൻഡ് ഓഫ് വൈബ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ബട്ട് അയ്യപ്പനും കോശി ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തിങ്. പുഷ്പ ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്. ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മിനിയേച്ചർ വേർഷൻ വളരെ നീറ്റ് ആൻഡ് ക്രിസ്പായിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഈസ് വിലായത് ബുദ്ധ ഫോർ മീ. ഓക്കെ, ആൻഡ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, പൃഥ്വിരാജിന് എനിക്ക് ആകെ ഇതിലൊരു നെഗറ്റീവ് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൃഥ്വിരാജ് ഈ സിനിമ കട്ടായിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ആക്സിഡൻറ്റ് എന്തോ ആയിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു ചില ഗെറ്റപ്പിൽ ചില ടൈമിൽ ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് മാറുമ്പോൾ അത് ഭയങ്കര വിസിബിളായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ആ ഫ്രെയിമിലേക്ക് നോക്കിയിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, പൃഥ്വിരാജിൻ്റെ ഹെയർ, താടി, മേക്കപ്പ്, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച്. അത് ചില സമയങ്ങളിൽ വളരെ അരോചകമായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ഒറ്റ സ്ട്രെച്ചിലൊരു കംപ്ലീറ്റ് ഒരു പടം എടുത്തു പോകുന്ന സ്ട്രെച്ചിലാണ് ഈ സാധനം എടുത്ത് വെച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനം അടിക്കില്ലായിരുന്നു. ഓക്കെ, ബട്ട് ഫോർ സം സിറ്റുവേഷൻസ് സം കൈൻഡ് ഓഫ് ഇതിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാലും മാക്സിമം അവർ അതിൻ്റെ കണ്ടിന്യൂറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ, ചന്ദനമാണോ മെയിൻ ഒരു സംഗതി, അതോ അതിന് പുറത്ത് വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? ഡെഫിനറ്റ്ലി ചന്ദനം റിവോൾവ് ചെയ്ത് പോകുന്നൊരു കഥയാണ് മറയൂർ. ചന്ദന കൊള്ളക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ റേഞ്ചിൽ അത്ര രീതിക്ക്, അത്ര എക്സ്ട്രീം ഒരു പുഷ്പ രീതിക്കൊന്നും ഇതിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെ അവർ പോർട്രേറ്റ് ചെയ്തിട്ടില്ല. ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കിൽ തന്നെ ചന്ദനമുണ്ട്, പിന്നെ അയാളുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട്, അങ്ങനത്തെ കുറേ അയാളുടെ ഒരു മാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അത്രയാണ് ആ ക്യാരക്ടറിനുള്ളത്. ഒരു പുഷ്പ വൈബിലേക്ക് ആ ക്യാരക്ടറിനെ അവർ കൊണ്ടുപോയില്ല. വൈ? ബിക്കോസ് ഇതിന് വേറൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഇനി ഭയങ്കര ഇഷ്ടമായി. അങ്ങേര് നല്ല കിടുക്കാച്ചിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷമ്മി തിലകനുടെ ഡബിൾ മോഹം കഴിഞ്ഞാൽ പിന്നെ അടിച്ചത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ്റെ തീട്ട കേസ് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് പടം. ഷമ്മി തിലകൻ്റെ ആറാട്ടും വിളയാട്ടുമാണ് ഈ പടത്തിന്. എനിക്ക് ചില ഫ്രെയിമിൽ നിന്നൊക്കെ ഷമ്മി തിലകനൊക്കെ വിട്ട് തിലകൻ ദ ഗ്രേറ്റ് ലെജൻഡ് അങ്ങേര് വന്ന് പെർഫോം ചെയ്യുന്ന ഫീലൊക്കെ എനിക്ക് ചില സാധനത്തിനകത്ത് ഇങ്ങനെ കൊണ്ട് ഒരു രക്ഷയില്ല ഇയാൾ കേട്ടോ. ഇയാൾ ചില സാധനത്തിൽ പൃഥ്വിരാജിൻ്റെയും മോളിൽ പോയി. പൃഥ്വിരാജ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചില സീനുകളിലൊക്കെ പൃഥ്വിരാജിന് ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു ആക്ടിങ് സാധനം നോക്കുമ്പോൾ, ഒരു ലെഗസി നോക്കുന്ന സമയത്ത് പൃഥ്വിരാജും ഷമ്മി തിലകനും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഒരു ലീഡ് ക്യാരക്ടറിനെ ചില സമയത്ത് എനിക്ക് തോന്നി ഹീ ഈസ് ദ ലീഡ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഷമ്മി തിലകനുള്ളത്. ഭയങ്കരമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഷമ്മി തിലകൻ. അതായത് പടം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഷമ്മി തിലകൻ ആ സാധനം ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റാണ്. പിന്നെ ആ ക്യാരക്ടറിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ഇമോഷണൽ സാധനങ്ങളുണ്ട്. ആ ക്യാരക്ടറിൽ ചില സിറ്റുവേഷൻ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, അത് നമുക്കിങ്ങനെ അടിക്കും ഒരു സാധനം. നമുക്ക് ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ നമ്മൾ പിന്നെ വട്ടായി പോകും നമുക്ക്. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റൊക്കെ ഷമ്മി തിലകൻ്റെ ക്യാരക്ടറിന് സംഭവിക്കുന്നുണ്ട്. അതിലാണ് ഈ കഥ റിവോൾവ് ആവുന്നതും അതിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അന്യായ ക്യാമറ വർക്കാണ് ഇതിൽ. ഫസ്റ്റ് ഹാഫിൽ ഒരു ചേസിങ് സീനുണ്ട്, രാത്രിക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സും ഈ പൃഥ്വിരാജിൻ്റെ ജീപ്പുമായിട്ടുള്ളൊരു ചേസിങ് സീന്. അത് ഗ്രാഫിക്സ് എവിടെയൊക്കെയോ ഉണ്ട്, ബട്ട് സ്റ്റിൽ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ആ സാധനം. എന്നിട്ട് നമ്മൾ ട്രെയിലറിൽ കണ്ടൊരു ഐറ്റം ഉണ്ടല്ലോ, ആ ജീപ്പണ്ട് ചാടുമ്പോൾ
ബുദ്ധം ശരണം ഗച്ഛാമി പറഞ്ഞിട്ട് അവിടെ അടിച്ചടാ ജേക്ക് ബിജോയ്. ഏജാതി അത് ഇല്ലടാ, അത് ട്രെയിലർ കണ്ടപ്പോൾ അത്ര ഫീല് അടിച്ചില്ലല്ലോ. ട്രെയിലർ കണ്ടപ്പോൾ അതിന് അത്ര ഫീൽ അടിച്ചില്ലേ, പക്ഷെ തിയേറ്ററിലെ സാധനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനല്ലേ ജീപ്പ് സ്റ്റണ്ട്, ജീപ്പ് വെച്ചിട്ടുള്ള പരിപാടികൾ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ണൻ ഒന്നൊന്നര. ഇവിടുത്തെ 4x4 പ്രേമികളുണ്ടല്ലോ, കുറച്ചൊക്കെ ഒന്ന് ഇഞ്ഞിട്ട് കളിപ്പിക്കും ഈ സാധനം. ആ രീതിയിലുള്ള ഒരു ഐറ്റമാണ്. സിനിമാറ്റോഗ്രാഫർ അരവിന്ദ് കശ്യപും റെനാ ഡൈവ് എന്നിട്ടാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും അത് അടിപൊളിയായിരുന്നു. എനിക്ക് സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശ്രീജിത്ത് സാരംഗാണ് എഡിറ്റിങ്ങും അടിപൊളിയായിരുന്നു. ഞാൻ ആകെ എനിക്ക് ഒരു ഫ്ലോ പോയ സാധനം തോന്നിയത് ഇതിൽ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റി, ആ മുടി വെച്ചത് പൃഥ്വിരാജിൻ്റെ. പിന്നെ പൃഥ്വിരാജിൻ്റെ ചില ഫ്രെയിമുകൾ വളരെ ഡള്ളാക്കിക്കളും, മനസ്സിലായോ? ആ ക്യാരക്ടറിന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു OG ഷൂട്ട് നടന്ന സമയത്ത് ഇയാൾക്ക് ഒരു കളർ ടോണും, ഇവരിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ഷൂട്ട് ചെയ്ത ഭാഗത്തൊക്കെ ആ പ്രീവിയസ് കളർ ടോൺ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡള്ളാക്കുന്നത് പൃഥ്വിരാജിനെ സ്ക്രീനിൽ. ആ സാധനം ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അത് എനിക്ക് ചില ഫ്രെയിമിലൊക്കെ അയ്യോ ഇതെന്താ ഇങ്ങനെ, നമ്മളെ നോട്ടം അങ്ങോട്ട് പോവും. സിനിമയിൽ നിന്ന് മാറിയിട്ട് ആ ക്യാരക്ടറിനെ നോക്കുമ്പോൾ അതിലേക്ക് നോട്ടം പോണത് കുറച്ചൊരു അരോചകമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ പ്രിയംവദ കൃഷ്ണൻ്റെ ക്യാരക്ടറും അടിപൊളി ക്യാരക്ടറായിരുന്നു കേട്ടോ. ഇല്ലടാ, എനിക്കെന്താ പേരിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയായിട്ട് ചെയ്തില്ല അവർ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവർ. കാരണം ആ ക്യാരക്ടർ തന്നെ ഗട്സ് എന്നുള്ളതിന് ഉപരി ആ ക്യാരക്ടർ ആക്ച്വലി ഡബിൾ മോഹൻ്റെ മുകളിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. ഡബിൾ മോഹനെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് അവരത്. ആ സാധനം ചില സീനിലൊക്കെ അവർ ഭയങ്കരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു പറഞ്ഞാൽ അത് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഡബിൾ മോഹൻ തന്നെ അത്യാവശ്യം ഒരടിയും ഈ പടത്തിൽ വാങ്ങാത്ത, വെരി റെയറായിട്ട് തിരിച്ചടി വാങ്ങുന്നൊരു ക്യാരക്ടറാണ്. അത്രയും ഒരു എന്താ പറയുക, ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ മുകളിൽ ഒരു ലേഡി ക്യാരക്ടറിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് അത് ഇതിൻ്റെ ഒരു എന്താ പറയുക ടുവേർഡ്സ് ദ എൻഡ് ടെയിൽ എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത്, ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു കൺവിൻസിങ് സാധനമൊക്കെ ഉണ്ട്. മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയൊരു കൺവിൻസിങ് ആയിരിക്കും അത്. അമ്മതൊരു കൺവിൻസിങ് സാധനമൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ എനിക്ക് ബർത്ത് വാച്ചിങ് ആണ്. ആസ് എ പൃഥ്വിരാജ് ഫാൻ ഐ റിയലി എൻജോയ് ദ മൂവി. ഫസ്റ്റ് ഹാഫ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഈ പറഞ്ഞ ഒരു എന്താ പറയുക ലാർജർ ദാൻ റിയൽ ലൈഫ് കയറി കുറച്ച് സാധനങ്ങളൊന്നും അത്ര വർക്കാവും എനിക്ക് തോന്നുന്നില്ല. ഒരു ജീപ്പ് മല കയറ്റവും പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഫേസിലേക്ക് പോയോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കൃത്യമായിട്ട് കുറേ അങ്ങോട്ടൊരു അയ്യോ ക്രിഞ്ചടിപ്പിക്കാതെ ആ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ക്ലൈമാക്സ് വന്നപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആസ് എ പൃഥ്വിരാജ് ഫാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജേക്ക് ബിജോയ് ആണ് ഇന്നത്തെ ഈ പടത്തിൻ്റെ USP എന്ന് പറയുന്നത്. ചെങ്ങായിൻ്റെ ഓരോ അടിയും ഓരോ ബീറ്റും അതിങ്ങനെ കൊള്ളുമായിരുന്നു. നമുക്ക് തിയേറ്ററിൽ ഇരുത്തി അടുപ്പിക്കുന്നു നമ്മളെ. ആൻഡ് പൃഥ്വിരാജ് ഒരു രക്ഷയിലവൻ. ചില സ്വാഗ് സാധനങ്ങളുണ്ട് ഇതിലങ്ങനെ. കൊടൂരമായ വില്ലനിസം കാണിക്കാൻ മാത്രമുള്ള വില്ലന്മാരുടെ പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, അത് ഇതിൽ ഒരു ഗുരു ശിഷ്യ കൈൻഡ് ഓഫ് സാധനം നമ്മൾ മറ്റേതിൽ കണ്ടല്ലോ, അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാതെ കൊടൂരമായ വില്ലനെ അപ്പുറത്ത് വെച്ചുകൊണ്ട് പിന്നെ ഒരു ഹീറോയിസം കാണിക്കുന്ന പൃഥ്വിരാജ് ആ കൈൻഡ് ഓഫ് സാധനം ഇല്ല. ചിലരങ്ങനെ പുഷ്പ പോലത്തെ ഒരു സാധനമൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നോ, അങ്ങനെ ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു എല്ലാത്തിൻ്റെയും മിക്സായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അപ്പോൾ എന്താണെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല തോന്നുന്നു. ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന കുറേ ആക്ടിവിറ്റീസും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നടക്കുന്നത് പറയാൻ പറ്റൂലല്ലേ, കുറച്ച് സാധനം പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സ്റ്റക്കായി പോണ്. അങ്ങനെ ആകെ മൊത്തം പിന്നെ കുറച്ച് ഇത് പറ്റ സീരിയസ് ആണെന്നും പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിറ്റുവേഷണൽ കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് ഐറ്റങ്ങളൊക്കെ ക്രിഞ്ചാണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ നല്ല വർക്കായിട്ടുള്ള ഐറ്റങ്ങളുണ്ട്. ആൻഡ് ഒരാളെയും കൂടിയും പറയാനടാ, മറ്റേ നമ്മളെ അനുമോഹൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ അറിയാം, ചങ്ങായിക്ക് അധികം പടങ്ങൾ വരുന്നില്ലേ തോന്നുന്നു അനുമോഹൻ. അതുകൊണ്ട് ഞാൻ അനുമോഹൻ്റെ ഇറങ്ങിയ പടം കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല. അനുമോഹനും കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു അനുമോഹൻ്റെ. സോ ഗൈസ്, ദാറ്റ് ഈസ് വിലായത് ബുദ്ധ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എഗെയിൻ പറയുന്നു, നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ചിലർക്ക് ഇതിൻ്റെ ഒരു എസ്തെറ്റിക്സ് മൊത്തമായിട്ട് പറ്റാൻ ചാൻസ് ഇല്ല.
ചിലർക്ക് ഇതിൻ്റെ ഒരു കളർ ടോൺ പറ്റാൻ ചാൻസ് ഉണ്ടാവില്ല, ചിലർക്ക് പൃഥ്വിരാജിന് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് പുഷ്പ പോലത്തെ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടാത്തൊരു ഫീല് കാണും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുവിടെ അയ്യപ്പനും കോശിയും വൈബ് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവർ കാണുമായിരിക്കും. ബട്ട് ഫോർ മീ ദിസ് ഈസ് എ സൂപ്പർ മൂവി, എബോവ് ആവറേജ് വാച്ച്. ഡെഫിനറ്റ്ലി ഒരു രക്ഷയില്ല, നമ്മളെ ത്രില്ലടിപ്പിക്കും. ഡയറക്ടറും കിണ്ണനായിട്ട് ഫ്രെയിമുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നറേഷനും അടിപൊളിയായിട്ടുണ്ട്, അത്ര കോംപ്ലിക്കേറ്റഡ് നറേഷനൊന്നുമല്ല. ഡീറ്റെയിലിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ച് തന്നെയാണ് എഴുത്തിൻ്റെ ഭാഗത്തും ചെയ്തത്. കാരണം ഒരു എന്താ പറയുക, ഒരു ബുക്ക് എടുത്ത് കൊടുന്ന് വെച്ച് അത് നമുക്ക് കാണിച്ച് വരുമ്പോൾ സിനിമ എക്സ്പീരിയൻസ് ഈസ് ഡിഫറെൻറ്റ്, എഴുതി വെച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊരു കുറച്ച് ടഫ് സാധനമാണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്പൂൺ ഫീഡ് ചെയ്ത പോലെ നമുക്ക് എത്തിച്ചു തരാനും ഇവർക്ക് പറ്റി. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രില്യൻ വാച്ച്. ഇനി ബാക്കി നിങ്ങൾ കണ്ടവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കാണാത്തവർ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ.